അങ്ങനെ നീണ്ടൊരു ബ്രേക്കിന് ശേഷം നമ്മുടെ സോളോ ലെവലിംഗ് റാങ്ക് റോക്കിന്റെ മാനുവൽ സീസൺ 2 ഒഫീഷ്യലി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാങ്ക് റോക്കിന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 1 ആണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ സോളോ ലെവലിംഗിന്റെ ആനിമി കഴിഞ്ഞിട്ടുള്ള സീസൺ 3, സീസൺ 4 ആൻഡ് സീസൺ 5ഉം പിന്നെ സോളോ ലെവലിംഗ് റാങ്ക് റോക്കിന്റെ സീസൺ 1 കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൃത്യമായി തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ സോളോ ലെവലിംഗ് റാങ്ക് റോക്കിന്റെ ഫാൻസ് ശ്രദ്ധിച്ച് ഒരു കാര്യം കേൾക്കണം. നമുക്ക് പണ്ടത്തെ പോലെ ഡെയിലി വീഡിയോ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊരു വീക്ക്ലി മാനുവൽ ആണ്. അതായത് വീക്കിലി ഒരു ചാപ്റ്റർ ആയിരിക്കും റിലീസ് ആകാൻ പോകുന്നത്. ആ ഒരു ചാപ്റ്റർ ആയിരിക്കും ഞാൻ വീക്കിലി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനും പോകുന്നത്. പിന്നെ ഇത് സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് 2 ചാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ 2 ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ താഴത്തുള്ള ആ ഹൈ ബട്ടൺ അമർത്താനും മറക്കണ്ട. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടെന്നാണ് അർത്ഥം. പിന്നെ സോളോ ലെവലിംഗിനാണ് നമുക്ക് ഇതുവരെ ചെയ്ത വീഡിയോസിൽ വെച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. സോ ആ ഒരു സപ്പോർട്ട് ഞാൻ ഈ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സീസൺ 1ന്റെ അവസാനം നമ്മുടെ സുഹോ തിരിച്ചു വന്നതും കാണിച്ചുകൊണ്ടായിരുന്നു അവസാനിച്ചത്. സോ ഇനി എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഒരു സിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആ സിറ്റിയായിട്ട് ആകെപ്പാട് നാശമായി കിടക്കുകയാണ് ഒരു ഡെഞ്ചം ബ്രേക്ക് കാരണം. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം മോൺസ്റ്റേഴ്സിനാണ്. ആൻഡ് ഈ മോൺസ്റ്റേഴ്സ് എല്ലാവരും നന്നായി തന്നെ ഡാമേജ് ഏറ്റുവാങ്ങുന്നുണ്ട്. അത് മറ്റാരുടെയും കയ്യിലായിരുന്നു, നമ്മുടെ സുഹോന്റെ കയ്യിൽ നിന്നായിരുന്നു. സുഹോയുടെ കണ്ണി കണ്ട എല്ലാ മോൺസ്റ്റേഴ്സിനും അടിച്ച് നശിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇപ്പോൾ വന്ന് എനിക്ക് ഒറ്റ കിക്കൊണ്ട് തന്നെ ഇവരെല്ലാം ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ശരിക്കും നന്നായിട്ട് സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ടല്ലേ. ഇതേ സമയം ബാക്കിയുള്ള ഹണ്ടേഴ്സും അവിടെയുള്ള മോൺസ്റ്റേഴ്സ് ആയിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. ആൻഡ് ഈ ടൈമിൽ തന്നെ സുഹോന്റെ ആർമർ കിട്ടിയ ഒരുത്തൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലാക്ക് ആർമർ ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി കുറച്ചുകൂടെ ലൈറ്ററാണ്. അതിനർത്ഥം എനിക്ക് എൻ്റെ ബോഡി കൊണ്ട് ഈ മോൺസ്റ്റേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മുടെ സുഹോ കണ്ടു നിൽക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് അവരെന്തായാലും നന്നായിട്ട് എന്നെ പിടിച്ച് നിൽപ്പുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്കത് സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. എൻ്റെ എന്തായാലും ഷാഡോ ഐറ്റംസ് ഒക്കെ അവർ നന്നായിട്ട് സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്. എന്നിട്ട് സുഹോയുള്ള അവിടെയുള്ള ഷാഡോസിൻ്റെ ഇടയ്ക്ക് എറേസ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ മനസ്സിൽ പറയുകയും ചെയ്യും, എന്നാലും ഈ പുതിയ സ്കില്ല് നന്നായിട്ടുണ്ട്. ഷാഡോ ക്രിയേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം കൊണ്ട് തന്നെ പല സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഒരു ഷാഡോ സോൾജറിൻ്റെ ഇൻഫോർമേഷൻ്റെ അകത്തിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ മെറ്റീരിയൽ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്യും. ആൻഡ് ആ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് എനിക്ക് ഓരോന്ന് റീക്രിയേറ്റ് ചെയ്യാനും അത് ഡിസംബിൾ ചെയ്യാനും വീണ്ടും ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങളും പറ്റും. ആൻഡ് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ നിർമ്മിച്ചത്. എന്നിട്ട് 3 സാധനം കാണിക്കുന്നുണ്ട്. അത് 3 പുതിയ ഷാഡോ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ സോഹോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരെണ്ണം ഒരു ഷോൾഡർ ഗാർഡായിരുന്നു, മറ്റേന്ന് പറയുന്നത് ഒരു ഗോങ്ലെറ്റ് ആയിരുന്നു. ആൻഡ് അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബെൽറ്റാണ്. ആൻഡ് അത് നല്ല റെയർ ആണ്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിന് ഓരോരോ ഗ്രേഡ് ഉണ്ട്. ആൻഡ് ഈ ആർമറൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് അതെല്ലാം റെയർ ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഈ ഗോങ്ലെറ്റ്സ് ഒക്കെ കൂടുതലും കോമൺ ആയിട്ട് വരുന്നത്. അതിനർത്ഥം അവർ പറയുന്ന മെറ്റീരിയൽ കൊണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ഹൈ ഗ്രേഡ് സാധനം കിട്ടുകയുള്ളൂ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ആ ജോബ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഷാഡോസിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ടൈറ്റിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. അത് വൈറ്റ് ഷാഡോ എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ ഷാഡോസ് വൈറ്റ് പോലും അല്ല. പിന്നെന്താണ് ഈ നിയമം പറയുന്നത്, കുറച്ചധികം മോൺസ്റ്റേഴ്സ് നമ്മുടെ സുഹോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡാണ് അത് സംഭവിച്ചത്. നമ്മുടെ പാർക്ക് ഡൂജിൻ അവിടേക്ക് വന്ന് ആ മോൺസ്റ്ററിനെ കൊന്നിട്ടുണ്ട്. സുഹോ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവൻ അറ്റാക്ക് ചെയ്യുന്ന മോൺസ്റ്റേഴ്സിനെ അവൻ്റെ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിമിഷം നേരം കൊണ്ട് തന്നെ എല്ലാത്തിനും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം വളരെ സിമ്പിളായിട്ട് ഒറ്റയടിക്കാണ് അത്രത്തോളം മോൺസ്റ്റേഴ്സിനെ അവൻ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞത്. അത് കഴിയുമ്പോൾ നമ്മുടെ പാർക്ക് ഡൂജിനും അതേപോലെ സുഹോയും കൂടി തമ്മിൽ കാണുന്നുണ്ട്. നേരിട്ട് ആദ്യമേ അവർ തമ്മിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഇതെല്ലാം ലൈവായിട്ട് TV യിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ജിൻഹോ ആയിട്ട് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമായി അവൻ കിടന്ന് കാണുന്നുണ്ട്. സുഹോ നീ സേഫ് ആയിരുന്നില്ലേ, പിന്നെ എന്താണ് നീ ഇതുവരെ എന്നെ വിളിക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആൻഡ് വൂവും ഇത് കണ്ടപ്പോൾ പാതി റിലീഫായി. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു കോൾ വരുന്നത്. അതാകട്ടെ നമ്മുടെ ചോയ് ആയിരുന്നു. അവൻ പറയുന്നുണ്ട്, ചെയർമാൻ താങ്കൾ ആ ബ്രോഡ്കാസ്റ്റ് ഉണ്ടോ? സോ ഫൈനലി ആ ബ്ലാക്ക് മാസ്കായുള്ള സങ് സുഹോ തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ആ കോളി മറ്റൊരാൾ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ലിം ടേഗ്യു ആയിരുന്നു. അവനും പറയുന്നുണ്ട്, അവസാനം ഞാൻ അവനെ കണ്ടെത്തി, എനിക്ക് ഉറപ്പാണ് അത് അവൻ തന്നെയാണ്. എന്തായാലും ഞാൻ പാർക്ക് ഡൂജിനോട് പറഞ്ഞിട്ടുണ്ട് അവനെ പിടിച്ചു കെട്ടാനായിട്ട്. നീ എന്താണ് ഈ പറയുന്നത്? സുഹോ ആണ് ചെയ്തെന്ന് ഒരു തെളിവുമില്ല, അവൻ്റെ ക്രിമിനലാണെന്ന് നമുക്കിപ്പോൾ ഒരു തെളിവുമില്ല. ക്രിമിനൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ എൻ്റെ മുഖം മറച്ചു വെച്ചത്? അതുമാത്രമല്ല എനിക്ക് ഉറപ്പാണ് അവനൊരു ക്രിമിനൽ തന്നെയാണ്. അവന് സ്റ്റാർ ഡസ്റ്റുമായിട്ട് ഒരു വലിയൊരു കണക്ഷൻ തന്നെയാണ്. അതുമാത്രമല്ല ലീ മിൻസ് അങ്ങനെയൊക്കെ വന്നത് അവൻ തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവനൊരു ബാഡ് പേഴ്സൺ
പേഴ്സൺ ആണെന്ന്. എന്നാലും ഹണ്ടർ അസോസിയേഷനിലേക്ക് അവൻ വരണം, അതെനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ തെളിഞ്ഞില്ലേ, നമ്മുടെ പ്രസിഡന്റ് ജിൻഹോൻ്റെ നെഫ്യൂ ആണ് അവനെന്ന്. സോ അവൻ എന്തായാലും ഇവിടേക്കൊന്ന് വരണം. പിന്നെ കാണിക്കുന്നത് പാർക്ക് ഡുജിനെയാണ്. അവൻ പറയുന്നുണ്ട് യെസ് സാർ, അവൻ എന്തായാലും എൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. സോ ഇവനാണല്ലേ ഏറ്റവും പുതിയ എസ് റാങ്ക് ഹണ്ടർ പാർക്ക് ഡുജിൻ. എന്നിട്ട് അവൻ നോക്കി ചിരിക്കുന്നുണ്ട്. അല്ല, ഇവൻ എന്തിനാണ് എന്നെ നോക്കി ചിരിക്കുന്നത്? ഹണ്ടർ സങ് സുഹോ, താങ്കൾ എന്തായാലും ഹണ്ടർ അസോസിയേഷൻ വരെ ഒന്ന് വരണം. അത് ഗ്രീം റീപ്പറിൻ്റെ ഗിൽഡ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്. ഗ്രീം റീപ്പറിൻ്റെ ഗിൽഡോ? അല്ല, അതെന്താണ്, അസോസിയേഷൻകാരും വന്നില്ലേ? സോ താങ്കൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. സോ ഞാൻ ഒരു കാര്യം പറയാം, താങ്കൾ എന്ന് പറയുന്നത് ഒരു വാണ്ടഡ് മാനാണ്. ആൻഡ് അതിനുള്ള കാര്യമെന്ന് പറയുന്നത് ബോയ്സ് ഗിൽഡ് മാസ്റ്റർ ആയിട്ടുള്ള ലീ മിൻസങ്ങിനെ താങ്കൾ കൊന്നെന്നുള്ള റീസൺ കൊണ്ട്. എന്ത്, ഞാനോ? സോ മര്യാദക്ക് വരുന്നതായിരിക്കും നിനക്ക് നല്ലത്. ലൈക്ക് ഫോഴ്സ് യൂസ് ചെയ്യാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്ന് പറയാൻ നേരത്ത് ബാക്കിയുള്ള ഹണ്ടേഴ്സ് പെട്ടെന്ന് അവിടേക്കുന്നുണ്ട് പറയുന്നുണ്ട്, ഇത് എന്നാ കാണിക്കുന്നത്, ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അവൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് മാത്രമാണ്, അല്ലാതെ അവൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, അല്ലെങ്കിലും ഞാൻ അവിടേക്ക് പോകാനാണ് ഓൾറെഡി തീരുമാനിച്ചത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണിയും കുറഞ്ഞു കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഹണ്ടേഴ്സ് പറയുന്നുണ്ട്, എന്നാലും അവൻ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, ഒന്നുമില്ലെങ്കിലും ഈ ആർമറൊക്കെ അവൻ നമുക്ക് തന്നില്ലേ. പറഞ്ഞതുപോലെ എൻ്റെ ഷാഡോസിനൊക്കെ ഞാൻ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ആർമറൊക്കെ അവൻ തിരിച്ചെടുത്ത് അവൻ്റെ കയ്യിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അവൻ ഈ ആർമറൊക്കെ അവൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഹണ്ടർ സങ് സുഹോ, നിന്റെ ഓറ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നീ എങ്ങനെയാണ് ഇത്രയധികം സ്ട്രോങ്ങർ ആയിട്ട് മാറിയത്? എന്തായാലും ആ സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് ഇനി നിന്റെ മേത്ത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു പുതിയ സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അത് യൂസ് ചെയ്തുകൊണ്ട് എസ് റാങ്ക് ഹണ്ടേഴ്സിനെ വരെ ബിലീവേഴ്സാക്കി മാറ്റാൻ പറ്റണമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ മുമ്പോട്ട് നടക്കുവാണ്. ഈ ടൈമിലാണ് പെട്ടെന്ന് അവർ ഹണ്ടേഴ്സിൻ്റെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അവരായിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട്. അതൊരു ഡിസാസ്റ്റർ വാർണിംഗ് ആണെന്ന് പറഞ്ഞാണ് അവർ നോക്കിയത്. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു. ജിസാൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയായിട്ട് ഒരു കറക്ഷണൽ ഫെസിലിറ്റി ഉണ്ട്. അതായത് ഈ അവേക്കാനുള്ള ഹണ്ടേഴ്സ് എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിടിച്ചിടുന്ന സ്ഥലമാണ്. ആൻഡ് അവിടെ ഒരു മാസല്ല ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല സൂക്ഷിക്കണം, കാര്യം അവരെല്ലാവരും ഇല്ലീഗൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുള്ള വാർണിംഗ് ആയിരുന്നു. ആൻഡ് ഇത് കേൾക്കുമ്പോൾ സുഹു പറയുന്നുണ്ട്, ഇല്ലീഗൽ ഡ്രഗോ? അതിനർത്ഥം അത് സ്റ്റാർട്ടസ്റ്റ് ആണെന്നല്ലേ? എന്നിട്ട് സുഹു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പിടിക്കണം. അതിന് വേറെ ഹണ്ടേഴ്സ് ഉണ്ട് സങ് സുഹോ, നീ എൻ്റെ കൂടെ വരുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ പറഞ്ഞത് കേട്ടില്ലേ, അവർ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനർത്ഥം പ്രോബബ്ലി ആ സ്റ്റാർഡസ്റ്റ് ആയിരിക്കും അത്. അതൊന്നും എനിക്കറിയേണ്ട. നീ ഇപ്പോൾ ഹണ്ടർ അസോസിയേഷനിലേക്ക് വന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. പ്രശ്നമാണെങ്കിൽ ആകട്ടെ. ആൻഡ് ഇത് കാണാനടുത്ത് നമ്മുടെ അവൻ പറയുന്നുണ്ട്, എന്തായാലും കാണിക്ക്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ പിടിക്കാൻ നോക്കി, പക്ഷെ നീ പിടി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് അവൻ പറയുന്നുണ്ട്, നിന്റെ ജെന്യൂസിറ്റിക്ക് ഞാൻ എന്തായാലും താങ്ക്സ് പറയുന്നു. ഞാൻ അവിടെ പോയിട്ട് ഉറപ്പായിട്ട് നേരെ വരുന്നത് ഹണ്ടർ അസോസിയേഷനിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹോ നേരെ അവിടുന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെയാണ് എല്ലാം വന്നത്. ആൻഡ് ഇവിടെ വെച്ച് എനിക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അവൻ എന്തുമാത്രം സ്ട്രോങ്ങറായി മാറിയെന്ന്. പിന്നെ കാണിക്കുന്ന ആ ജിസാനിലെ ആ ഒരു സ്ഥലമാണ്. അവിടെയായിട്ട് കുറേ പേര് താഴെ വീണ് കിടപ്പുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കുറേ പേരെ കൊന്നിട്ടിട്ടുണ്ട്. ആൻഡ് പിന്നെ കാണിക്കുന്നത് ആ സ്ഥലം പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയുന്നത്, ഈ മനുഷ്യർ ശരിക്കും എന്ത് ക്രൂവലാണെന്ന് നോക്കിയാൽ. ഈ മാനസ്റ്റോൺസൊക്കെ നമ്മുടെ നെക്കിൻ്റെ അകത്ത് വലിച്ചു കുത്തി ഇറക്കിയതാണ്. നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്തായാലും ഒരു കാര്യം ഓർത്തോ, നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഹണ്ടർ അസോസിയേഷൻ നമ്മൾ ക്രിമിനൽസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പൂട്ടിയിട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റിവെഞ്ച് എടുക്കാൻ പോകുവാണ്. സോ നിങ്ങൾക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. എനിക്കറിയാം ഡി റാങ്ക് മുതൽ ബി റാങ്ക് വരെയുള്ള 100 കണക്കിന് ഹണ്ടേഴ്സ് ഇവിടെ ഉണ്ടെന്ന്. ആൻഡ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ. സോ നമ്മുടെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അവരിന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഒരു ഡഞ്ചൻ ബ്രേക്ക് തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുവാണ്. ആൻഡ് അത് പറഞ്ഞത് മറ്റാരുമല്ല, ഹാൻ ഡോങ് സുക്ക് ആയിരുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു സിറ്റിയാണ്. അവിടെയായിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാർജ് സ്കെയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് ജിസാൻ കറക്ഷൻ ഫെസിലിറ്റിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ സിറ്റിസൺസ് എല്ലാവരും സൂക്ഷ്മതയോടെ മാത്രം നിൽക്കുക, ഹണ്ടേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കുക, ഇവാക്യുവേറ്റ് ചെയ്യുക. ഈ സമയത്ത് ഒരു ഡോറായിട്ട് കത്തിയിരിക്കുന്നുണ്ടായിരുന്നു. പതുക്കെ 3 പേര് അതിനകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഇവിടെയൊന്നും ആരുമില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാവരും നാട് വിടരുണ്ട്. ആൻഡ് അവരവിടെയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പറയും ചെയ്യും, അല്ല നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഹണ്ടർ അസോസിയേറ്റ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഡി റാങ്കും എ റാങ്കും ഒക്കെ അല്ലേ, പക്ഷേ അവരുടെ കയ്യിൽ എസ് റാങ്കും എ റാങ്കും ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ നീ പ്ലാൻ ഒന്നും കേട്ടില്ലേ? നമ്മൾ ഇതുപോലുള്ളൊക്കെ സിറ്റി കയ്യേറാൻ പോകുവാണ്. ആൻഡ് ഇവിടെയുള്ളവരൊക്കെ നമ്മൾ ഹോസ്റ്റേഴ്സ് ആക്കി നിർത്താനും പോകുവാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ എസ് റാങ്ക് ഹണ്ടേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതേപോലെ തന്നെ ഡോങ് സൂക്ക് തന്ന ഈ കാണുന്ന സ്റ്റാർ ഫ്രാഗ്മെൻസും നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഹണ്ടർ അസോസിയേഷൻ ഇത് ഇല്ലീഗലെന്ന് പറയാനുള്ള കാര്യം തന്നെ അവരിത് പേടിച്ചിട്ടില്ലേ? കാര്യം ഇത് ഒരു ഹണ്ടേഴ്സിന് കൊടുക്കുന്ന സ്ട്രെങ്ത് അത്രത്തോളമാണ്. അതിനർത്ഥം അവരിതിനെ പേടിക്കുന്നുണ്ടെന്നാണ്. സോ അത് ശരിയാണ്. ആൻഡ് ഡോങ് സു പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ ഒരു എസ് റാങ്ക് ഹണ്ടർ ഉണ്ടെന്നല്ലേ. സോ ഇനി എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവർ ആ വീടൊക്കെ ഒന്ന് അരിച്ചു പെറുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു പെങ്കൊച്ച് പാത്തിരുന്നുണ്ട്, മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും SOS അയക്കാനാണ് അവൾ നോക്കിയത്. എന്നാൽ
പെട്ടെന്നായിരുന്നു ആ കഥക് തുറന്നിട്ട് അവൻ പറയുന്നത്, എന്താടി ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ആൻഡ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോൺ സൂക്കിനെയാണ്. ആൻഡ് അവനായിട്ട് ആ കത്തിയിരിക്കുന്ന സിറ്റിയും കണ്ടുകൊണ്ട് നിൽക്കുവാൻ അവൻ പറയുന്നുണ്ട്, ഇതൊക്കെയാണ് കാഴ്ച. എല്ലാ പ്രിസണേഴ്സും, ഇവൻ ഹൈ റാങ്കിങ് പ്രിസണേഴ്സ് വഴി എൻ്റെ വിരൽ തുമ്പിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ പവർ. ബാക്കിയുള്ളവർ നിനക്ക് സമയം തരുന്നിടത്ത് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നീ എൻ്റെ ബ്രദറിൻ്റെ ഒരു സബോർഡിനേറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നേരെ ഭരിപ്പിക്കാൻ വരാൻ പാടില്ല. ഞാൻ നിൻ്റെ ബ്രദറിൻ്റെ സബോർഡിനേറ്റ് ഒന്നുമല്ല, അവൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രം എടുത്തതാണ്. ആൻഡ് ഒന്നുമില്ലെങ്കിലും ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു CE റാങ്ക് അവേക്കന്നെ ഓവർസീസിലേക്ക് കൊണ്ടുപോകാനല്ലേ. ആൻഡ് അത് പറഞ്ഞത് നമ്മുടെ കാന്താഷിക്കാണ്. ആൻഡ് അവനൊരു B റാങ്ക് അവേക്കണായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഡോങ് സൂക്കിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവൻ വലിച്ചടുപ്പിച്ചിട്ട് പറയുന്നുണ്ട്, എന്താടാ നീ ഒരു B റാങ്കർ ആയതുകൊണ്ട് തന്നെ എന്നെ കൊച്ചാക്കി കാണുവാണോ? നായെ, നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാണ്? നീ ഒരു നായാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ ആ ഫ്രാഗ്മെൻറ്റ് പോലും കഴിക്കത്തില്ലല്ലോ, ആ സൈഡ് എഫക്ട്സ് പിടിച്ച്. എന്നിട്ട് കളിക്കുന്നു ഇവനങ്ങോട്ട് കൊന്നാലോ. പക്ഷേ പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ്. അവിടെ നമ്മുടെ ഡോങ് സൂഹ് പറയുന്നുണ്ട്, സോ നീ എന്തായാലും 100 അസോസിയേഷൻ്റെ എതിരായിരിക്കും പോകാൻ പോകുന്നത്. അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവനെ നീ പുറത്തായിട്ട് സേഫായിട്ട് തന്നെ കൊണ്ടുവരാം. കാര്യം അവൻ എൻ്റെ ബ്രദറാണ്. പക്ഷെ ഒരു കാര്യം വെറുതോ, നീ ഫെയിലാകാൻ നിൻ്റെ അവസ്ഥ എന്താണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എന്താടാ നീ എന്താ ഒന്നും പറയാത്തത്? അപ്പോൾ സഹി കേട്ടുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ശരിയാണ്, ഒരു എസ് റാങ്കിനെ ഒരിക്കലും എനിക്ക് എൻ്റെ എനിമിയാക്കാൻ പറ്റത്തില്ല. ആ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ നിൻ്റെ ബ്രദറിൻ്റെ ഒരു സബോർഡിനേറ്റ് മാത്രമാണ്. ഞാൻ നിങ്ങളുടെ വിഷയം ഫുൾഫിൽ ചെയ്യാനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചോയിനെ ചെയർമാനാണ്. ആൻഡ് ചോയ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ആ ഒരു വലിയൊരു ഇവൻറ്റ് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ചെയർമാനായിട്ട് ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ബാക്കിയുള്ളവർ ഇങ്ങനെ നടന്ന് സഫർ ചെയ്യാൻ നേരത്ത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, പറഞ്ഞതുപോലെ അവരെല്ലാവരും വേർച്ചുകൊണ്ടിരുന്ന ആ കഴുത്തിലുള്ള ആ ഒരു കോളറിന് എന്ത് സംഭവിച്ചു? കൺട്രോൾ സെൻറ്റർ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അതിനുള്ള കണക്ഷനും പോവുകയും ചെയ്തു. കൺട്രോൾ സെൻറ്റർ തകർന്നോ? അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും റാങ്കല്ലേ. അതിനർത്ഥം ഒന്നെങ്കിൽ അവരെല്ലാവരും സ്റ്റാക്ക് ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അതും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ആയുള്ള ഒരാൾ അവരുടെ കൂടെയുണ്ട്. സോ അതിനർത്ഥം അവരുടെ പുറകിൽ ഒരു വലിയൊരു മാസ്റ്റർ മൈൻഡ് ഉണ്ടെന്നല്ലേ. ആൻഡ് അത് പറഞ്ഞത് മറ്റാരുമില്ലായിരുന്നു, ലിം തേഗിയായിരുന്നു. അവൻ്റെ കൂടെയായിട്ട് പാക് ടു ജിനു ഉണ്ട്. എന്നിട്ട് അവൻ പറയും ചെയ്യും, സുഹം എന്തായാലും 100 അസോസിയേഷനിലേക്ക് ഒരാളുടെ കാര്യം നിഷേധിച്ചു. ആൻഡ് അത് മാത്രമല്ല, ഒരു ഇല്ലീഗൽ ഒരു സസ്പെക്റ്റ് ഇപ്പം നേരെ ജിസാനിലേക്ക് പോയിട്ടുണ്ട്. അതൊരു സ്റ്റാർ ഫ്രാഗ്മെൻറ്റിലെ പ്രശ്നമുള്ള സ്ഥലത്തേക്ക്. അതിനർത്ഥം ഇനി എന്തായാലും എക്സ്പ്ലനേഷൻ ഒന്നും വേണമെന്നല്ലേ. അവൻ എന്തായാലും പോയി ലീ മിൻസങ്ങിൻ്റെ മേത്ത് എല്ലാം തന്നെ എത്തുന്ന രീതിയിലാക്കി മാറ്റാൻ പോകുവാണ്. അതുകൊണ്ട് തന്നെ അവൻ സേഫ് ആകുമല്ലോ. അതിനുവേണ്ടിയാണ് അവനിപ്പോൾ അവിടേക്ക് പോയിട്ടുള്ളത്. സോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ഒന്നാമത്തെ കാര്യം അവനൊരു ഫോഴ്സ് അവേക്കനായിട്ട് രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ കാര്യം അവൻ്റെ റിയൽ എബിലിറ്റി ഹൈഡ് ചെയ്തു. അതിനർത്ഥം അവനൊരു ഹൈ റിസ്ക് വില്ലനാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് എൻ്റെ ജോലി എന്ന് പറയുന്നത് വില്ലനെ സർപ്പസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും. നീ എന്താണ് ഈ പറയുന്നത്? 100 സുഖോ വേറെ എന്തെങ്കിലും ചെയ്തതാണെങ്കിലോ, ജിസാനിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ചെന്നതാണെങ്കിലോ? 100 ലിം തേക്യു, നീ അവൻ പറഞ്ഞത് പലതും വിഴുങ്ങി കളഞ്ഞില്ലേ? അവൻ ഒരിക്കലും ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞില്ല. പകരം ജിസാനിലേക്ക് പോയിട്ട് അവൻ ഇവിടേക്ക് ഉറപ്പായിട്ടും വരുമെന്നാണ് പറഞ്ഞത്. ആൻഡ് അത് മാത്രമല്ല, ശരിയാണ്, അവൻ കുറച്ച് സസ്പീഷ്യസ് ആണ്. അത് മാത്രമല്ല, അവൻ കുറച്ച് അൺപ്രഡിക്റ്റബിളുമാണ് എന്നും പറഞ്ഞ് അവനൊരു വില്ലനാകത്തില്ലല്ലോ. ഈ സമയത്ത് ഇതുകൊണ്ട് പാക് ഡുജിൻ പറയുന്നുണ്ട്, ഈ എസ്റാങ് ഹണ്ടേഴ്സിനെ എനിക്കിപ്പോൾ എന്തായാലും നേരിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സങ് സുഹോ എന്തായാലും ഇപ്പം നടക്കാൻ പോകുന്ന ഈ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല. ആൻഡ് അത് മാത്രമല്ല, 100 അസോസിയേഷൻ എന്തായാലും സ്റ്റാർഡേഴ്സിനെ എതിരെ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ അതിൻ്റെ സ്പ്രെഡ് നന്നായിട്ട് തന്നെ വളർന്നോളും. അതുകൊണ്ട് തന്നെ സുഹോ, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. പതുക്കെ ഞാൻ നിന്നെ ഉറപ്പായിട്ട് എൻ്റെ അടുത്തേക്ക് മാറ്റും. ബീസ്റ്റ് പൊസിഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിവിടേക്ക് വേഗം വരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഗ്രേ, എന്നോട് ക്ഷമിക്കുക, നീ കുറച്ചുകൂടെ ഒന്ന് പിടിച്ച് നിൽക്കണം. കാര്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. സുഹോ വളരെയധികം ഫാസ്റ്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു ജിസാനിലേക്ക്. അങ്ങനെ ഒരു കണക്കിന് അവൻ ജിസാനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് നല്ല സ്ഥലം. പക്ഷേ സുഹോ താഴത്തേക്ക് വന്നപ്പോൾ അവൻ ശരിക്കും ഞെട്ടിധരിച്ചു പോയി. കാര്യം പലരും കരയുന്ന സൗണ്ട് അവൻ്റെ കാതിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പലരും വേദന കൊണ്ടും മരണ വെപ്ലാരം കൊണ്ട് കാറുന്ന സൗണ്ടുകൾ അവൻ്റെ കാതിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവരെല്ലാവരും മരിക്കുന്നവരാണ്. ഇപ്പം എൻ്റെ ബോൺ സ്കില്ല് കൂടിയത് കൊണ്ട് തന്നെ എനിക്ക് ആ സൗണ്ട് നന്നായിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി എനിക്ക് ഹെസിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുഹം നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് താഴത്ത് വന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ഗ്രേയുള്ള ബോൺ സ്കിൽ അവൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് സുഹം വന്ന് വീണത് മറ്റെങ്ങുമല്ല, കുറച്ചധികം പ്രിസണേഴ്സിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ആൻഡ് ഒരുത്തൻ പറയുന്നുണ്ട്, ഇതെന്താണ് ഒരുത്തന് ഒരു നായം ആകാശത്ത് നിന്ന് വന്നു വീണോ? ഗ്രേ, നീ എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്തു. ഇനി നിനക്ക് എന്തായാലും റെസ്റ്റ് എടുക്കാം. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അല്ല, നീ ഒരു 100 ആണോ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എന്തായാലും നീ ഞങ്ങളുടെ കൈകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അവൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു 100നെ സുഹ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അവൻ പേടിച്ച് വിറച്ച് തല തിരിച്ച് നോക്കാൻ നേരത്ത് ആ താഴ്ത്തി കിടക്കുവാണ്. സുഹമായിട്ട് അവനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യേ, നീയൊക്കെ എസ്കേപ്പ് ചെയ്തു പ്രസിഡന്റിൽ നിന്ന്. എങ്കിൽ
ഓടി രക്ഷപ്പെട്ട പോലെ. നീ എന്തിനാണ് ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാൻ നോക്കുന്നത്? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് 2 ചോയ്സാണുള്ളത്. ഒന്നെങ്കിൽ മര്യാദക്ക് കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ ചാകാൻ തയ്യാറാക്കിയൊന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് വീക്കിലി മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് വീക്കിലി ചാപ്റ്റേഴ്സ് ഇറങ്ങാൻ നിർത്താൻ മാത്രമേ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും ഈ ചാപ്റ്റേഴ്സ് റിലീസ് ആകാൻ പോകുന്നത്. സോ ആ ദിവസം തന്നെ നമ്മളിത് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് ഇടുന്നതായിരിക്കും. സോ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്നാലും ഫ്യൂച്ചറിൽ ഇനിയും അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട്.